ബി ജി വിഷ്ണുവിനോട്. വിഷ്ണു, നിങ്ങളുടെ സഹപ്രവർത്തകൻ, നിങ്ങളുടെ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിരുന്ന സംഘപരിവാർ പ്രവർത്തകൻ, RSSനെയും BJPയെയും നരേന്ദ്രമോദിയെയും പാലക്കാട്ട് കൃഷ്ണകുമാറിനെയും വയനാട്ടിൽ കെ സുരേന്ദ്രനെയും പ്രൊട്ടക്ട് ചെയ്തിരുന്ന സന്ദീപ് വാര്യർ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചോദിക്കാൻ റോഡ് ഷോയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് BJP ക്യാമ്പിലെ ആകെ അമ്പരപ്പിലാക്കിയിട്ടില്ലേ വിഷ്ണു? ഞങ്ങൾക്ക് യാതൊരുവിധ അമ്പരപ്പുമില്ല. 1980 ഈ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുമ്പോൾ 2% വോട്ടില്ലാതിരുന്ന കാലഘട്ടത്തുണ്ട്, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു വന്നത്. ഞങ്ങൾക്ക് അധികാരം മൂത്തുകൊണ്ട് ഇന്നലെ വരെ എതിർപക്ഷത്തുള്ളവരെ ആക്ഷേപിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സന്ദീപ് വാര്യർ അധികാരം മൂത്തുകൊണ്ട് MP ആവാനും MLA ആയുള്ള അധികാരം മോഹം മൂത്തുകൊണ്ട് വലിയൊരു വടവൃക്ഷത്തിൽ നിന്നും ചാടി വലിയൊരു കുഴിയിലേക്ക് വീണിരിക്കുകയാണ്. അതിനുള്ള മറുപടി കൂടിയായിരിക്കും പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് കൃത്യമായ ഉത്തരം അടുത്ത ദിവസങ്ങളിൽ സന്ദീപ് വാര്യന് ഈ ക്യാമ്പിൽ നിന്ന് തന്നെ ഉണ്ടാവും. കെ മുരളീധരൻ അടക്കം പറഞ്ഞല്ലോ, ഇവിടെ ഉള്ളവർക്ക് ഇവിടെ ഉണ്ണാൻ പറ്റുന്നില്ല, പിന്നെങ്ങനെയാ ഈ വലിഞ്ഞു കയറി വരുന്നവന്മാർക്കൊക്കെ? ആ സാഹചര്യത്തിലേക്കാണ് കോൺഗ്രസ് ഇവിടെ പോകുന്നത്. ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ പാർട്ടി ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരുടെ പാർട്ടിയാണ്. ധീരരായ സഞ്ജിത്തിൻ്റെയും രഞ്ജിത്തിൻ്റെയും ഒക്കെ ബലിദാനികളുടെ മണ്ണാണ്. ആ മണ്ണിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഇവരുടെയൊക്കെ ചോരയുടെയും നീരിൻ്റെയും ഫലമായിട്ടാണ് സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ മാധ്യമങ്ങളിൽ വന്നിരുന്നത് നേതാക്കന്മാരായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെല്ലാം ഈ വലിയ വടവൃക്ഷത്തിലെ കൃമികീടങ്ങൾ മാത്രമായിരുന്നു. സംഘപരിവാർ കുടുംബത്തിൽ നിന്ന് അങ്ങനെ വലിയ കൊഴിഞ്ഞുപോക്കലുകൾ ഉണ്ടാവാറില്ല. നിങ്ങൾ പലപ്പോഴും സംഘപരിവാർ കുടുംബത്തിലെ കാളെ ചേർക്കുന്ന പാർട്ടിയാണെന്നാണ് പറയുന്നത്. പക്ഷെ നോക്കൂ, കേരളത്തിൽ നിങ്ങളുടെ വലിയ വിക്കറ്റാണ് വീണിരിക്കുന്നത്. കേരളത്തിൽ BJPയുടെ മുഖമായിരുന്നു സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ കോൺഗ്രസിനെയും CPM-നെയും നിങ്ങൾക്ക് വേണ്ടി പ്രതിരോധിച്ച ആളാണ്. അദ്ദേഹമാണ് RSSന്റെ, സംഘപരിവാറിന്റെ, BJPയുടെ രാഷ്ട്രീയ ചലനങ്ങൾ അറിയാവുന്ന സന്ദീപാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ. BJPയുടെ മുഖം ഒരിക്കലും ഒരു വ്യക്തിയല്ല, ഇത് വലിയൊരു ആശയവും ആദർശവുമാണ്. ആ ആശയത്തിലും ആദർശത്തിലും അടിയുറച്ച കോടിക്കണക്കിന് പ്രവർത്തകരുള്ള ഈ പാർട്ടിയിൽ സന്ദീപ് വാര്യരുടെ പോക്ക് ഒരു ചുക്കിനും വേണ്ടിയല്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നോക്കൂ വിഷ്ണു, സന്ദീപ് വാര്യർ പറഞ്ഞത് ധർമ്മരാജന്റെ പേയിങ് ലിസ്റ്റിൽ തന്റെ പേര് ഇല്ലാത്തത് കൊണ്ടാണ് താൻ പുറത്താവേണ്ടി വന്നത് എന്നാണ്. സന്ദീപ് വാര്യർ പറയുന്നേ BJPയിൽ കെ സുരേന്ദ്രന്റെ ഏകാധിപത്യമാണെന്ന് പറഞ്ഞാണ് ഇറങ്ങിപ്പോകുന്നത്. അത് മൂത്താന്തറയിലെങ്കിലും വോട്ട് മാറ്റില്ലേ? ഒരു വോട്ടിലും ഒന്നും സംഭവിക്കില്ല. മൂത്താന്തറയിൽ അടക്കമുള്ള സഹോദരങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ദേശീയതയ്ക്കൊപ്പം ഞങ്ങൾക്ക് മുന്നേ നിന്ന് പടനയിച്ചവരാണ്. അവർ മുന്നിൽ നിന്ന് പടനയിക്കുമ്പോൾ സന്ദീപ് വാര്യരെ പോലുള്ള കൃമികീടങ്ങൾ അലിഞ്ഞ് മണ്ണിൽ ഇല്ലാതാവുക തന്നെ ചെയ്യും.